ഭൂട്ടാനിലെ പാച്ചു നദിയും വാച്ചു നദിയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ്. രണ്ട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന നദികളാണ്. ആ നദികൾ സംഗമിച്ചിട്ട് ഒന്നിച്ചായിട്ട് പോകുന്ന ഒരു ഭാഗമാണ്. അതാണ് വാച്ചു നദി. ഇതാണ് വാച്ചു നദി. അത് രണ്ടും സംഗമിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലൊന്ന് വരണം. ഭൂട്ടാനിൽ കുറേ ഫോർമാലിറ്റി ഉണ്ട്, ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭൂട്ടാനിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണേണ്ട കുറേ സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇപ്പോൾ സമയം 4:20. ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലെ പാറോയിൽ. ഈ പാറോയിൽ നിന്ന് ഇനി നേരെ ഞാൻ തിമ്പുവിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ഒരു നദി ഉണ്ടല്ലോ, പാറോച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് പാച്ചു എന്ന് പറഞ്ഞ നദി. ആ ഒരു നദി ഇങ്ങനെ റോട്ടിൽ നിന്ന് കാണുന്നല്ലാണ്ട് അമ്മത് ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു നദിക്കരയിൽ ഒന്ന് ഇറങ്ങണം, കുറച്ചു നേരം വെള്ളത്തിൽ കുറച്ചു നേരം കളിക്കണം. അപ്പോൾ ആ പോകുന്ന വഴിയിൽ ആണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ നമുക്ക് വഴിയിലുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് നമ്മുടെ ഈ പാച്ചു നദിക്കരയിലേക്ക് പോവാം. ടിമ്പുവിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ദൂരമുണ്ട് ഓടാൻ. ഇപ്പോൾ രാത്രി അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇനി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഭൂട്ടാനിലൊരു പ്രമുഖ നദിയാണ് പാച്ചു. അത് പാറോയിലുള്ള ചു എന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റിവർ എന്നുള്ളതാണ്. അങ്ങനെയാണ് പാച്ചു എന്നിട്ടുള്ളത്. അപ്പം നമ്മളത് കാണാൻ പോവാണ്. നമ്മൾ കാശ്മീരിലൊക്കെ ഉള്ള അതേപോലത്തെ ഒരു ലൊക്കേഷൻ തന്നെയാണ്. പഹൽഗാമിലൊക്കെ ഉള്ള പേരുണ്ടല്ലോ, ലീഡർ നദി, അതേപോലത്തെ ഒരു ലൊക്കേഷൻ തന്നെയാണ്. BP ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് ഇത് ഭൂട്ടാൻ പ്രൈവറ്റ് ആണ്. പിന്നെ BT ഉണ്ട്, അത് ഭൂട്ടാൻ ടാക്സിയാണ്. ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ, ചൂണ്ടലും മീനും. അപ്പോൾ ഇവിടുന്ന് ചൂണ്ടൽ ഇടാനുള്ള സൗകര്യമുള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗം. നമ്മുടെ അടുത്ത് ചൂണ്ടലൊന്നുമില്ല കയ്യിൽ. കാശ്മീരിൽ പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ പഹൽഗാമിൽ ഒരു ലീഡർ നദി ഉണ്ട്. ആ ലീഡർ നദീൻ്റെ ഒരു ലുക്കാണ് ഇവിടെ ഉള്ളത്. അത് കണ്ടവർക്കറിയാം. അതുപോലത്തെ ഉരുളൻ കല്ലുകളൊക്കെ ഇവിടെ എന്തോ ഒരു നമ്മുടെ ഭൂട്ടാനിൽ എന്തോ ഒരു കല്ലെന്തോ പെറുക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റ് ഒരു ഗ്രീൻ കളറായിരിക്കും അവിടുത്തെ വെള്ളത്തിന്. പക്ഷേ ഇതേപോലെ ഒരു അപ്പുറത്ത് വെച്ച് മരങ്ങളും കാര്യങ്ങളും, അപ്പുറത്തെ റോഡ്, ഇങ്ങനത്തെ ഇതേ ഒരു ലുക്ക് തന്നെ ഉള്ളത്. ഇത് ഭൂട്ടാനിലെ പാച്ചു നദി. പാറു എന്ന സ്ഥലത്ത് കൂടെ ഒഴുകുന്ന പാച്ചു നദിയാണ്. ചു എന്ന് പറഞ്ഞാൽ ഈ വെള്ളം റിവർ നിൽക്കുന്നതിനാണ് ഇവർ ചൂന്ന് കൂട്ടുന്നത്. അങ്ങനെയാണ് ഇത് പാച്ചു ആയത്. നല്ല തണുപ്പാണ്. നമ്മുടെ കാശ്മീരിലുള്ള അതേപോലത്തെ ഒരു വെള്ളം തന്നെയാണ്. അതേ ഒരു ലുക്കാണുള്ളത്. ഈ നദിക്കരയിൽ നിന്നിട്ട് ഞാൻ കുറച്ച് ഭൂട്ടാനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നല്ല തണുത്ത കാറ്റും നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഭൂട്ടാനിലേക്ക് വിസ വേണ്ട, ഇന്ത്യക്കാർക്ക് ഭൂട്ടാനിലേക്ക് വിസ വേണ്ട. പക്ഷേ ഭൂട്ടാനിലേക്ക് വരണമെങ്കിൽ പെർമിറ്റ് ഉണ്ടാക്കണം. അങ്ങനെ പെർമിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസത്തിന് 1200 റുപ്പീസാണ് ഒരു നൈറ്റ് നിൽക്കാനുള്ള ചാർജ്.
അതിന് പുറമെ നമുക്കൊരു ഗൈഡ് വേണം, ഗൈഡിനുള്ള ഫീസ് ഉണ്ട്. പിന്നെ ഭൂട്ടാൻ ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിക്ക് വന്നിറങ്ങിയ ഉടനെ തന്നെ അവിടെ നമുക്ക് ഫ്രീ ആണ്. അവിടെ പിന്നെ പെർമിറ്റ് വേണ്ട. പിന്നെ പാറു, പിന്നെ ഇവിടെ ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിറ്റ് എടുക്കണം. അത് ഓരോ ദിവസത്തിനും 1200 റുപ്പീസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭൂട്ടാനിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ്റെ പാസ്പോർട്ടോ ഇന്ത്യൻ്റെ ആധാർ കാർഡോ ഇന്ത്യൻ്റെ നമ്മുടെ വോട്ടർ ഐ ഡിയോ ഇത് ഏതെങ്കിലും മാത്രം ഉണ്ടായാൽ മതി ഇങ്ങോട്ട് വരാൻ. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഭൂട്ടാൻ ഒന്ന് സന്ദർശിച്ച് പോവുക. അങ്ങനെ പാച്ചു നദിക്കരയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നു. ഇനി നേരെ ടിംബുവിലേക്കാണ് പോകുന്നത്. ടിംബു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ഭൂട്ടാൻ, ഭൂട്ടാൻ്റെ തലസ്ഥാന നഗരിയിലേക്കാണ് നമ്മളുടെ യാത്ര. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഭൂട്ടാനിലെ പിന്നെ പ്രസിദ്ധമായ 2 ആശ്രമമുണ്ട്. ഈ ആശ്രമം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധ മതസ്ഥരുടെ ഒന്ന് നമ്മുടെ കടുവയുടെ കൂട് എന്നുള്ള ആ മലൻ്റെ മുകളിൽ 5 കിലോമീറ്റർ പോയിട്ടുള്ള ഒന്ന് തക്ത് ഷാങ് എന്ന് പറയും. പിന്നൊന്ന് പാരോ സോങ് എന്നുള്ള, ഇത് രണ്ടുമാണുള്ളത്. ഈ പാരോയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ തക്സാങ് നിൽക്കുന്നത്. അത് ഭൂട്ടാനീസ് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച 2 ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ് ഈ 2 ആശ്രമങ്ങളും. 1969 ഒരു വെള്ളപ്പൊക്കത്തിലൊരു മരത്തിൻ്റെ ഒരു പാലം ഉണ്ടായിരുന്നു ഇവിടെ ഈ പാറോല. അത് കണ്ട് വെള്ളത്തിൽ ഒലിച്ചങ്ങോട്ട് പോയി. അന്ന് പാച്ചു നദിക്കരയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ നദിക്ക് ക്രോസായിട്ട് ഇവിടെ ഒരു പാലുണ്ട്, നല്ലൊരു പ്രത്യേക മോഡലിൽ ഇരുമ്പിൻ്റെ ഫ്രെയിമൊക്കെ വെച്ചിട്ടുള്ളൊരു പാലം. ഇതാണ് ആ ഒരു പാലം. നദി കുറേ താഴയിൽ കൂടിയാണ് പോകുന്നത്. ഇതിൻ്റെ വലതുഭാഗത്ത് കംപ്ലീറ്റ് മലയാണുള്ളത്. ഇതിൻ്റെ മുകളിലൊക്കെ ബിൽഡിംഗ് കണ്ടില്ലേ, ഇവരെ ഈ ഭൂട്ടാൻ്റെ തനതായ വാസ്തുവിദ്യാ ശൈലിയിലുള്ള വീടുകളാണ്. ഇതൊക്കെ ഉയരത്തിലാണ്. ഇതുവരെ ഒരു മോണസ്ട്രിയാണ് ഈ കാണുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഈ പോകുന്ന വഴിയിലൊക്കെ. അത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഒരു ഗ്രാമപ്രദേശം ഭാഗങ്ങളാണിത്. മലൻ്റെ മുകളിലാണ് വീടുകൾ നിൽക്കുന്നതൊക്കെ. ഇവിടെ ഭൂട്ടാനിൽ 2 നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ്. ഒന്ന് ടിംബു എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാച്ചു എന്ന് പറഞ്ഞ നദിയും പാറോ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാണ്. ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന പാച്ചു നദിയും തമ്മിൽ സംഗമിക്കുന്നത് കാണാം. ഞാൻ ആദ്യം കാണിക്കുന്ന ആ ഭാഗം നീളത്തിലുണ്ടല്ലോ, ആ ഒരു ഭാഗം ടിംബു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നതാണ്. അതാണ് വാച്ചു നദി. ഇവിടെ നിന്ന് വരുന്ന ഈ നദി ഉണ്ടല്ലോ, അതാണ് പാച്ചു നദി. അതായത് പാറോ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നത്. അത് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. പിന്നെ അതിന് പുറമെ അവിടെ 4 കെട്ടുകളാണ്. അത് ഒന്നാമത്തെ ആ ഒരു സ്റ്റൈല് നേപ്പാളിൻ്റെ സ്റ്റൈലാണ്. രണ്ടാമത്തേത് ലഡാക്കിൻ്റെ സ്റ്റൈലാണ്. മൂന്നാമത്തേത് ടിബറ്റിൻ്റെ സ്റ്റൈലാണ്. 4മത്തേത് ഈ ഭൂട്ടാൻ്റെ സ്റ്റൈലാണ്. അത് 4 കെട്ടുണ്ട്. ഈ 4 കെട്ട് ഇതാണ് പാച്ചു നദി. ഇതാണ് വാച്ചു നദി. ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. രണ്ട് സൈഡിൽ മാത്രം സപ്പോർട്ടുള്ള പാലാണിത്. അങ്ങനെ നമ്മൾ വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ക്യാപിറ്റൽ ഓഫ് ഭൂട്ടാൻ തിമ്പു.
തിമ്പുവിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ പാലാണ് ഈ പാലം. ആ പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഇനി നമ്മൾ അടുത്ത വാച്ചു നദിയുടെ തീരത്ത് കൂടെ അങ്ങനെ നമുക്ക് പോവാം. ഇതുവരെ നമ്മൾ പാച്ചു ചെയ്യുന്നില്ലേ, പാച്ചുവിൻ്റെ കഴിഞ്ഞ് ഇനി വാച്ചുവിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ പോയിട്ട് ടിംബുവിലേക്ക് എത്താം. ഈ പടിഞ്ഞാറൻ ഭൂട്ടാനിലെ ഒരു നദിയാണ് നമ്മളുടെ ഈ പാച്ചു നദി. വോങ്ചുയുടെ കൈവഴിയാണ് ഈ പാരോച്ചു നദി ഉള്ളത്. ഈ പാരോച്ചു നദിയുടെ താഴ്ന്ന പ്രദേശങ്ങൾക്ക് റൈഡാക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് പാറക്കെട്ടുകളാണ്. മറ്റേ താഴത്ത് നദി ഒഴുകുന്നുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് മലയുണ്ട്. ഈ പാരോയിലെ ഒരുപാട് ആശ്രമങ്ങളുണ്ട്. ഈ ആശ്രമങ്ങളുടെ താഴ്വരയിലൂടെയാണ് ഈ പാച്ചു നദി ഒഴുകുന്നത്. ഇപ്പം സമയം 5:50. ഇവിടെ രാത്രി വേഗമാകും. ഞാൻ നേരത്തെ നദിക്കരയിൽ 4 ആശ്രമങ്ങൾ കാണിച്ചില്ല, ഇവരെ മോണാസ്ട്രി. അതൊന്ന് പിന്നെ ലഡാക്ക് ഒരു വേറൊരു മോഡലിലാണ്, അതുപോലെ നേപ്പാൾ വേറൊരു മോഡലാണ്, തിബറ്റ് വേറൊരു മോഡലാണ്, ഭൂട്ടാൻ വേറൊരു മോഡൽ. അങ്ങനെ 4 മോഡലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതവിടെ അതിൻ്റെ ഒരു 4ൻ്റെയും ഒരു ആശ്രമങ്ങൾ അവിടെ ഉണ്ട്, 4 രാജ്യക്കാരതും. ഇപ്പോൾ രാത്രി അയക്കുന്നത് അങ്ങോട്ട് മലൻ്റെ താഴ്വരയിലൊക്കെ നല്ല ലൈറ്റ് ഇട്ടിട്ട് താമസക്കാരുണ്ട്. ഇപ്പം നമ്മൾ ടിംബുവിൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടിംബു ടൗണിൽ തന്നെ ഉള്ളത്, നമ്മളെ ഹോട്ടലും ടിംബു സെൻറ്ററിൽ തന്നെയാണ് ഉള്ളത്. ഈ ഭൂട്ടാൻ്റെ ഈ തലസ്ഥാനമാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരവും ഈ തിംഫു നഗരമാണ്. ഭൂട്ടാൻ്റെ മധ്യ പശ്ചിമ ഭാഗത്തായിട്ടാണ് ഈ തിംഫു ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരം 1961 ഭൂട്ടാൻ്റെ തലസ്ഥാനമായത്. 2005 കണക്ക് പ്രകാരം ഇവരുടെ ജില്ലയിൽ ഏകദേശം 100,000 അടുത്തായിരുന്നു ആളുകളുണ്ടായിരുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പോവുകയാണ് അവിടെ. അപ്പം നമ്മളുടെ ഹോട്ടലിൻ്റെ പരിസരത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഡ്രൈവർ, നമ്മുടെ ഗൈഡും. അപ്പം ഇനി ബാക്കി നമുക്കിനി ടിംബുവിലെ കാഴ്ചകൾ കാണാം. നാളെ രാവിലെ മുതൽ വണ്ടി നിർത്തിയിട്ട് വേണം നല്ലൊരു ഉറക്കറങ്ങണം. അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. ആ മലയൊക്കെ കയറി ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു ടയർഡ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളുടെ ഹോട്ടലിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്, നമ്മളുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും, എന്നിട്ട് നമ്മളിവിടെ ഹോട്ടലിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടൽ പാർക്ക്. അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ കുഴപ്പമില്ലാത്ത ഹോട്ടലുകളാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറണം, ഡിന്നർ കഴിക്കണം, പിന്നൊന്ന് ഉറങ്ങണം. മലയൊക്കെ കയറി വന്ന ആ ക്ഷീണപ്പോഴും മാറിയിട്ടില്ല. ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് കൗണ്ടർ. 204 നമ്മളുടെ റൂം കീ നമ്പർ. അപ്പോൾ നമ്മുടെ പാസേജിൽ എത്തിക്കുന്നത്. ഇനി നമ്മളുടെ റൂം നമ്പർ തിരയാണ്. 204 നമ്മളുടെ റൂം. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് ഉഷാറാക്കിയിരിക്കുന്നത് ഇവിടെ. ഇതാണ് നമ്മളുടെ റൂം. താക്കോലിട്ട് തുറക്കുന്ന മോഡലാണ്, മറ്റേ ഇതൊന്നുമല്ല. അപ്പം ഞാൻ അതിൻ്റെ കീ ഇട്ടിട്ടുണ്ട്. അകത്തേക്ക് കയറുകയാണ്. ലൈറ്റ് ഇട്ടു. അടിപൊളി റൂമാണ്. നല്ല മരത്തിൻ്റെ നല്ല സൂപ്പറായിട്ട് 2 ബെഡൊക്കെ ഉണ്ട്. അപ്പം നല്ല സുഖമായിട്ടൊരു ചൂടുവെള്ളത്തിൽ കുളിക്കണം. കുളിച്ചിട്ട് രാവിലെ നേരത്തെ എണീച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. അപ്പോൾ ഇനി ഗുഡ് നൈറ്റ്. ബാക്കി നമുക്ക് നാളെ കാണാം.
അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.